ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ ദിവസത്തെ. അപ്പോൾ രാവിലത്തെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും അറിയിക്കണം കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് കേട്ടോ ഞാൻ നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൽ വന്ന് ആദ്യമേ തന്നെ ചായക്കുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചു. ഒപ്പം തലേന്ന് ചോറ് കുറച്ച് ബാലൻസ് ഉണ്ടായേ, അപ്പോൾ അതൊന്നങ്ങ് 2-3 വട്ടം കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ട് അടുത്ത അരി ഇടാനുള്ള വെള്ളം ഗ്യാസ് സ്റ്റൗവിലേക്ക് അങ്ങ് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് വരുമ്പോഴേക്കും അരി അടുപ്പത്തിടാനുള്ള വെള്ളമൊക്കെ ഒന്നങ്ങ് തിളച്ച് ഇരിക്കുമല്ലോ. അങ്ങനെ പെട്ടെന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർത്താലാണ് കേട്ടോ രാവിലെ ഒന്ന് ശ്വാസം എടുക്കാനെങ്കിലും സമയം കിട്ടുള്ളൂ എന്ന് പറയാം. അതുമല്ല, ഇക്കായും മക്കൾസും പോകുന്നതിന് മുമ്പ് കുക്കിങ്ങും ഏകദേശം ക്ലീനിങ്ങും ഒക്കെ ഒന്നങ്ങ് കഴിച്ചാലാണ് കേട്ടോ പിന്നെ കുഞ്ഞാവുകളുടെ കൂടെ ഇരിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടുള്ളൂ. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് വേണമല്ലോ കുഞ്ഞാവുകളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ. അവരെ കുളിപ്പിക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്നങ്ങ് മടി വിചാരിച്ചു അല്ലെങ്കിൽ ഒരു ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തത്തിൽ താളം തെറ്റുമെന്ന് പറയാം കേട്ടോ. മാത്രമല്ല, ഇപ്പോൾ നമുക്കിടെ ഒരു പഴയ റുട്ടീൻ സിസ്റ്റത്തിലേക്ക് എത്തുന്നുള്ളൂ കേട്ടോ. മക്കൾസ് ഇപ്പോൾ നടന്നൊക്കെ തുടങ്ങി കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിടെ അതായത് ഒരു നോർമൽ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കണുള്ളൂ എന്ന് പറയാം. അവരുടെ മൂഡിനനുസരിച്ചായിരുന്നേ നമുക്കിടെ ഒരു ദിവസം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം നോക്കുവാണെങ്കിൽ എപ്പോഴും എനിക്ക് ഉച്ചയാകുമ്പോഴാണ് കേട്ടോ രാവിലത്തെ ചായ കുടിക്കാനുള്ള സമയം കിട്ടണേ. അതുപോലെ മക്കൾസ് സ്കൂൾ വിട്ട് വരുമ്പോഴായിരിക്കും മിക്കപ്പോഴും ഞാൻ ഉച്ചക്കത്തെ ചോറ് കഴിക്കണം. അങ്ങനെ എല്ലാം താളം തെറ്റിക്കിടക്കണ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. ഇപ്പോൾ രണ്ടുപേരും പതുക്കെ നടന്നൊക്കെ തുടങ്ങിയപ്പോൾ കുറച്ച് നേരമാണെങ്കിലും അവർ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ ഇച്ചിരി നേരം നടന്നു തുടങ്ങി. അതുപോലെ മൂത്തവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമ്മുടേതായ ഡ്യൂട്ടീസ് ചെയ്ത് തീർക്കാനുള്ള ഒരു സാവകാശവും സമയമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പതുക്കെ നമുക്കിടെ ഒരു ഡെയിലി ലൈഫ് പഴയ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നപ്പോഴത്തേനും അരി ഇടാനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിയൊക്കെ അടുപ്പത്തേക്ക് ഇട്ടു. ഒപ്പം തന്നെ ഗ്രീൻ പീസ് വെന്ത് അത് വാങ്ങിയും വെച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇടിയപ്പത്തിനുള്ള പരിപാടിയാട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം തയ്യാറാക്കണമെന്നാണ് ഓർത്ത് വെക്കണേ. അപ്പോൾ അതിനുള്ള പൊടി ഒന്ന് വാട്ടാനായിട്ടും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വാട്ടി വെച്ച് ചെറു ചൂടോടെ തന്നെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടും പെട്ടെന്നും ഇടിയപ്പം തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഞാൻ പൊതുവേ ഇടിയപ്പം അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കാറില്ല. മക്കൾസ് ആഗ്രഹം പറയുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചധികം സമയമുള്ളപ്പോഴൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഇപ്പോൾ കുറേ നാളായി ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ മക്കൾസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇന്നിപ്പോൾ അതിന് നിൽക്കാമെന്ന് വെച്ചു കേട്ടോ. കാരണം എൻ്റെ ഇടിയപ്പം പീച്ചണ അച്ചിൽ ഒരാളുടെയും കൂടെ ഹെൽപ്പ് വേണം കേട്ടോ അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കായോ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണേ അതിന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ തലേന്ന് കഴുകി ഊറ്റി വച്ചിട്ടുണ്ടായിരുന്ന ചോറും കൂടി അതിലേക്കിട്ട് ജസ്റ്റ് ഒന്നങ്ങ് തിളച്ചപ്പോഴത്തേനും അത് റൈസ് പോട്ടിലേക്ക് മാറ്റിയിട്ടോ. ഇപ്പോൾ കുഞ്ഞാവുകൾ വന്നേ പിന്നീട് വിറകടുപ്പ് കത്തിക്കൽ വളരെ കുറവാണ്. പുറത്ത് സെപ്പറേറ്റ് ഒരു അടുക്കളയുണ്ട് കേട്ടോ. അപ്പോൾ അതാകെ മുഷിഞ്ഞ് കിടക്കുക. ഇനിയിപ്പോൾ സമയം പോലെ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് വിറകടുപ്പിലേക്ക് ആക്കണം കേട്ടോ കുറച്ചൊക്കെ പാചകം. എനിക്കെപ്പോഴും ചോറ് വിറകടുപ്പിലിട്ട് കഴിക്കാനാട്ടോ ഇഷ്ടം. പിന്നെ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടും മഴയായതുകൊണ്ടും കുഞ്ഞാവുകളെ വെച്ചിട്ട് ഈ വിറകടുപ്പ് കത്തിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടുമാണ് കേട്ടോ ഫുള്ളായിട്ട് ഗ്യാസിൽ തന്നെ ചെയ്യണേ. പുറത്ത് സെപ്പറേറ്റ് അടുപ്പായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. അങ്ങനെ അതങ്ങ് പെൻഡിങ്ങിൽ വച്ചേക്കും കേട്ടോ. ഇനിയിപ്പോൾ ഒന്നൊന്നേന്ന് റെഡിയാക്കി വരുമ്പോൾ ഇൻഷാ അള്ളാ വിറകടുപ്പിൻ്റെ ഇതും ഒന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ അച്ചും കാര്യങ്ങളൊക്കെ ഒന്നങ്ങ് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു നനഞ്ഞ തുണി അടിയിൽ വിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ അച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇടിയപ്പം പീച്ചി എടുക്കുമ്പോൾ അച്ച് തെന്നി നീങ്ങാതിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ. പിന്നെ ഇക്കാനെ വിളിച്ചു കൊടുന്ന് ഇക്കാനെയും കൊണ്ട് ഇടിയപ്പമൊക്കെ ഒന്നങ്ങ് പീച്ചി എടുത്തു കേട്ടോ. എല്ലാം ഒന്നങ്ങ് റെഡിയാക്കി വെച്ചിട്ട് പതുക്കെ ആവിയേറ്റി എടുക്കാറാണ് കേട്ടോ പതിവ്. അതുമാത്രമല്ല, ഈ
അച്ച് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾസിന് അത് വണ്ടി ഓടിച്ച് കളിക്കാനായിട്ട് വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പീച്ചി തരാമെന്നും പറഞ്ഞ് മോളും മോനും അതിന് വേണ്ടിയിട്ട് വഴക്കിടാൻ തുടങ്ങും. പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു പണികളും തന്നെ നടക്കില്ല എന്ന് പറയാം കേട്ടോ. അതിനിടയ്ക്ക് അവർ ക്ലേ ആയിട്ടും ഈ പൊടി എടുത്തുകൊണ്ട് പോകും. പിന്നെ മൊത്തത്തിൽ ഓട്ടവും ബഹളവും ഒച്ചയും വഴക്കും ഒക്കെ ആകും. അപ്പോൾ മക്കൾസ് കാണുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇക്കാനെയും കൊണ്ട് അതങ്ങ് പീച്ചെടുപ്പിക്കുവാണ് കേട്ടോ. അവർ വന്ന് കണ്ടപ്പോഴത്തേനും ഞാൻ പിന്നെ ഇടിയപ്പത്തിൻ്റെ പരിപാടിയൊക്കെ കഴിച്ച് കഴുകാനായിട്ട് സിങ്കിലിട്ടു കേട്ടോ. ആ സിങ്കിലിരുന്ന് ഇടിയപ്പച്ചുമായിട്ട് കുറച്ച് നേരം കളിച്ചിട്ടാണ് മക്കൾസ് അടുത്ത പണിക്ക് പോയത്. ഈ വികൃതിയുള്ള മക്കൾസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്രയൊക്കെ ഒളിപ്പിച്ച് വെച്ചാലും അവിടെ എത്തും കേട്ടോ. പിന്നെ ദേ പെട്ടെന്ന് തന്നെ ഇടിയപ്പം ആവിയേറ്റാനായിട്ട് വെച്ചു കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് സാധാരണ ഇടിയപ്പം ആവിയേറ്റണേ. എനിക്കതാണ് കേട്ടോ ഒന്നുകൂടെ ഇഷ്ടം. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കറിയും ഒക്കെ ഒന്ന് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് കേട്ടോ ആദ്യം വിചാരിച്ചത്. പിന്നെ ഈ സമയമായപ്പോഴും ഐസ് പോയിട്ടുണ്ടായില്ല. എന്നാൽ പിന്നെ ഇനി താമസിച്ച് മക്കൾസിന് പോകാനുള്ള സമയം വൈകിപ്പിക്കേണ്ടല്ലോ എന്നോർത്ത് ഇടിയപ്പത്തിൻ്റെ ഒപ്പം ഗ്രീൻ പീസും അതുപോലെ കുറച്ച് ചിരക്ക ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിരക്കയും പരിപ്പും കൂടെ കറി വെച്ചാൽ ഉച്ചക്കത്തേക്ക് ഊണിനും ആയില്ലോ. അപ്പോൾ ചിക്കനുള്ളത് മുളകൊക്കെ തിരുമ്മി ഫ്രിഡ്ജിലേക്ക് വെച്ച് അതും പൊരിക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അങ്ങനെ ആക്കാമെന്ന് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എളുപ്പപ്പണി ആയിരിക്കുമല്ലോ അല്ലേ എപ്പോഴും കുറച്ചുകൂടെ ഇഷ്ടം. ഞാനങ്ങനെയാണ്. ചില സമയത്തൊക്കെ നല്ല മടിയൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ എപ്പോഴും നല്ല ആക്റ്റീവായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മടി പിടിക്കുന്ന ദിവസം ഏറ്റവും എളുപ്പമുള്ള എന്തോ അതാണ് കേട്ടോ ചെയ്യണേ. ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് മക്കൾസ് പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇടിയപ്പത്തിനായിട്ട് നിന്നത്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉള്ള ദിവസം അവരെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളങ്ങനെ കാര്യമായിട്ട് നിർബന്ധിക്കും കൂടെ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ഓർത്തു അവർ കഴിക്കാൻ ഇഷ്ടമല്ലേ, ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഇന്നിപ്പോൾ ഇതിന് നിന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഗ്രീൻ പീസ് കറി കേട്ടോ. അപ്പം ഞാൻ ഗ്രീൻ പീസ് വേവിച്ചത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടാണ് കറിയിലേക്ക് ചേർക്കണേ. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകും, ഒത്തിരി തേങ്ങ അരയ്ക്കേണ്ട. മാത്രമല്ല കുഞ്ഞാവുകളും നന്നായിട്ട് കഴിക്കും കേട്ടോ. അത് ഇങ്ങനെ പറക്കി മാറ്റി വയ്ക്കില്ല, മക്കൾസ് ആണെങ്കിലും കഴിച്ചോളും. ഇതാണ് അവരെ ഈ ഗ്രീൻ പീസും കടലയും ഒക്കെ കഴിപ്പിക്കാനുള്ള ആകെ എളുപ്പ വഴി കേട്ടോ. അവരതൊക്കെ ഇല്ലെങ്കിൽ തിരിഞ്ഞു വച്ചിട്ട് ആ ഇടിയപ്പം മാത്രം ചാറ് കൂട്ടി കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ട്രിക്ക് പ്രയോഗിച്ചാലല്ലേ മക്കൾസിനെ കഴിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ദേ ഇക്കായും മക്കൾസും ആദ്യമേ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഈ ഗ്യാപ്പിൽ ഞാൻ കുഞ്ഞാവുകൾക്കുള്ള ഫുഡ് ഒന്നങ്ങ് വാരിക്കൊടുത്തേ. ശേഷം പിന്നെ അവരെ സ്കൂളിലൊക്കെ റെഡിയാക്കി വിട്ട് കുഞ്ഞാവുകളെ ഒന്നങ്ങ് കുളിപ്പിക്കാൻ എണ്ണയൊക്കെ തേച്ച് നിർത്തിയിട്ടാണ് കേട്ടോ ചിക്കൻ ഒന്നങ്ങ് തിരുമ്മി ഫ്രിഡ്ജിലേക്ക് വെച്ച് ബാക്കി പാത്രങ്ങളൊക്കെ ഒന്നങ്ങ് കഴുകിയെടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തേപ്പിച്ച് കുറച്ച് നേരം വെള്ളത്തിൽ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്നങ്ങ് കരയാതെ നിൽക്കുക. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ശരിക്കും പറഞ്ഞാൽ അലാം വെച്ചിട്ട് നമ്മൾ പണിയെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ ഈ ഇത്രയും വർക്കുകൾ ഞാൻ ചെയ്തെടുത്തത്. അങ്ങനെ പെട്ടെന്ന് ഓരോ പരിപാടികൾ തീർത്ത് പോയാലാണ് കേട്ടോ അവർ അടുത്ത കരച്ചിൽ തുടങ്ങുന്നതിന് മുമ്പിട്ട് പിന്നെ അവരെ ഒന്നങ്ങ് കുളിപ്പിച്ച് കയറ്റി പിന്നെ ഫുഡ് കൊടുത്ത് ഉറക്കണം കേട്ടോ. ഇപ്പോൾ ഉറക്കമൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. പകൽ കളിക്കാനുള്ള ഒരു ആഗ്രഹമാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ ഉറങ്ങില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ ഏകദേശം ഡ്യൂട്ടികളൊക്കെ പെട്ടെന്ന് അങ്ങ് തീർത്ത് വെച്ചിട്ട് വേണേ മക്കൾസിൻ്റെ കൂടെ ഇരിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് പാത്രമൊക്കെ ഒന്ന് അങ്ങോട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടൊരു തലവേദന വേറെ ഉണ്ട് കേട്ടോ. തുണികളൊക്കെ ആകെ നിരന്ന് കിടക്കുവാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പണിയാണ് ഈ തുണി മടക്കി വയ്ക്കുക എന്നുള്ളത്. അലക്കണതും വിരിച്ചിടുന്നതും ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ മടക്കി വയ്ക്കുക എന്ന് പറയുന്നത് എനിക്ക് പൊതുവേ മടിയുള്ള കാര്യമാണ്. അപ്പോൾ അതങ്ങനെ കുറേ ദിവസമായിട്ട് ആ മുറിയിലേക്ക് കയറാൻ തന്നെ പറ്റാത്ത രീതിയിലാണ് കേട്ടോ കിടക്കണേ. ഇനിയിപ്പോൾ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് മക്കൾസ് ഉറങ്ങണ ഗ്യാപ്പിൽ ഇന്നിപ്പോൾ എന്തായാലും അതിന് നിൽക്കണം എന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ വേഗം കിച്ചണിലെ ഏകദേശ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കണേ. അപ്പോൾ ഇനി തുണി മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാം ഒന്ന് അടിച്ചു വാരി തുടച്ചൊക്കെ ഇറങ്ങേ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ കിച്ചണിൻ്റെ ഏകദേശം ഒരു തട്ടിക്കൂട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ പോയി മക്കൾസിനെയൊക്കെ ഒന്നങ്ങ് കുളിപ്പിച്ച് സെറ്റായിട്ട് വന്നു കേട്ടോ. മക്കൾസിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കറി വെച്ചു കേട്ടോ അതിനിടയ്ക്ക്. അപ്പോൾ കറി വെച്ചത് അവരെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഉറക്കിയതിന് ശേഷമാണ്. ഇത് സിമ്പിളായിട്ടുള്ള ഒരു ചിരക്കക്കറിയാണ് കേട്ടോ. എളുപ്പമാണ്, ചിരക്കയും പരിപ്പും പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇന്നിപ്പോൾ കറി വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നാളത്തേക്കും കൂടെ കൂടിയിട്ട് എടുക്കാം കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ പകുതി നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇനിയിപ്പോൾ കറിയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മളങ്ങനെ പോകണം കേട്ടോ. ഞാൻ കറി വയ്ക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് 2 ദിവസത്തേക്കുള്ളത് കണക്കാക്കിയിട്ടാട്ടോ കറി വയ്ക്കാറ്.
അതാണ് കുറച്ചുകൂടെ എനിക്ക് എളുപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ. എന്നും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അങ്ങനെ ദേ കറിയും കാര്യങ്ങളൊക്കെ വെച്ച് കിച്ചൺ ഒന്നങ്ങ് തുടച്ച് പറക്കിയിട്ട് ഏകദേശം ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ അങ്ങ് കഴിഞ്ഞ് മക്കൾസിനെയൊക്കെ കുളിപ്പിച്ച് ഉറക്കി ദേ അടുത്ത ഡ്യൂട്ടിക്ക് നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഡ്രസ്സ് മാറിയെന്നല്ലേ, മക്കൾസിനെയൊക്കെ കുളിപ്പിച്ചപ്പോൾ ആകെ മേലൊക്കെ നനഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ അതൊന്നങ്ങ് മാറിയിട്ടിട്ട് ഒരു നെയ്റ്റിയൊക്കെ എടുത്തിട്ട് അടുത്ത പണിക്ക് നിന്നു കേട്ടോ. കണ്ടോ, കുറേ ദിവസമായി ഇത് അലങ്കോലമായിട്ട് കിടക്കണു. ഇത് ഇത്രയും അലങ്കോലമാവാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മക്കൾസ് ഇപ്പം നടന്നു തുടങ്ങിയോണ്ട് തന്നെ അവർ ആ താഴത്തെ അലമാരിയുടെ തട്ട് അവർക്ക് എത്തും. അപ്പോൾ ഏറ്റവും അടിയിലിരിക്കുന്ന തുണി പിടിച്ച് അവർ വലിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം നിലത്തേക്ക് ചാടും. പിന്നെ ആ ഒരു നേരത്ത് നമുക്കത് നല്ലതുപോലെ മടക്കി വയ്ക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എടുത്ത് വയ്ക്കും. അതുപോലെ തന്നെയാണ് കേട്ടോ ഇക്കായും. ഒരു ഷർട്ട് എടുക്കാൻ ഫുള്ള് ഷർട്ടും വലിച്ച് അടിക്കും. അങ്ങനെ കുറേ ദിവസമായിട്ട് അലങ്കോലമായി കഴിഞ്ഞപ്പോൾ പിന്നെ അലക്കണ തുണികൾ കട്ടിലയിൽ കൊണ്ടുവന്ന് അങ്ങ് തള്ളിയിടുക എന്ന് പറയില്ലേ, അങ്ങനെ നിൽക്കും കേട്ടോ. ഇത് അലമാരി വൃത്തിയാക്കുമ്പോൾ മടക്കിക്കോളാം എന്നുള്ള രീതിയിൽ നമ്മളും കുറച്ച് മടി അങ്ങ് വിചാരിച്ചു. അങ്ങനെ നീണ്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായിട്ട് ഈ മുറിയിലേക്ക് കയറാൻ തന്നെ എനിക്ക് മടിയായ ഒരവസ്ഥയിലെത്തിയിട്ടോ. ഇനിയിപ്പോൾ വൈകിപ്പോയാൽ ശരിയാവില്ല. കാരണം ഞങ്ങൾക്കിനി ഈ സാറ്റർഡേ സൺഡേ നല്ലൊരു അടിപൊളി കല്യാണവും കാര്യങ്ങളൊക്കെ വരണ്ട കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ തുണിയും മണികളും എല്ലാം കൂടെ വരുമ്പോൾ ഇരട്ടിക്കിരട്ടി പണിയാവും കേട്ടോ. പിന്നെ എത്രയായാലും നമ്മൾ തന്നെ ചെയ്യണമല്ലോ എന്നുള്ള ആ ഒരൊറ്റ സങ്കടത്തിൽ ഇന്നിപ്പോൾ ഈ പണിക്ക് നിൽക്കുക കേട്ടോ. തീരെ ഇഷ്ടമല്ലാത്ത പണിയാണെങ്കിൽ പോലും ഒന്നങ്ങ് വൃത്തിയായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അതിന് വേണ്ടി തന്നെ അങ്ങ് നിൽക്കുക കേട്ടോ. പിന്നെ ഒരുവിധമൊക്കെ ഒന്നങ്ങ് മടക്കി സെറ്റാക്കിയിട്ട് ഇക്കാടെ സെക്ഷൻ ഒരു കള്ളിയിലും അടുത്തതിൽ എൻ്റെ ഡ്രസ്സുകളും മുകളിൽ കുറച്ച് ഈ സെറ്റ് കവറുകൾ, ബെഡ്ഷീറ്റുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേ തുണികൾ ആവശ്യമില്ലാത്തതും ഉപയോഗിക്കാനുള്ളതൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ളത് അങ്ങനെ മാറ്റിവെച്ചു. അതുപോലെ അത്യാവശ്യം നല്ലതും ചെറുതായിട്ടുള്ളതൊക്കെ ഇവിടെ ഒരു ഓർഫണേജിൽ നിന്ന് ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് സെപ്പറേറ്റ് അലക്കി എടുത്ത് വയ്ക്കാനായിട്ട് മാറ്റിവെച്ചു. അങ്ങനെ എല്ലാം കുറച്ചൊക്കെ ഒഴിവാക്കിയപ്പോൾ കുറച്ചധികം സ്ഥലം അലമാരി കിട്ടിയതുപോലെ ഉണ്ട് കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെയല്ലേ, ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഒതുക്കി പറക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആവും വീടും കാര്യങ്ങളൊക്കെ. ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ പിന്നത്തേക്കെന്നും പറഞ്ഞ് എടുത്ത് വെച്ചേക്കണത് ഒക്കെ ഒന്നങ്ങ് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സമാധാനമാണല്ലേ. അങ്ങനെ കുറേ ദിവസമായിട്ട് എൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന ഈ ഒരു ഡ്യൂട്ടിയും ഇന്നങ്ങനെ കഴിച്ചെടുത്തു കേട്ടോ. ഇനി ഒരു ഒതുക്കി പറക്കലിനോടെ ഉള്ളതുണ്ട് കേട്ടോ. അതിൻ്റെ വലിയ അലമാരയാണ്. അത് പിന്നെ ഒരു ദിവസത്തേക്കാക്കാമെന്ന് വെച്ച് മാറ്റി. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മക്കൾസൊക്കെ എഴുന്നേറ്റ് പതുക്കെ അലമ്പൊക്കെ എടുത്തു തുടങ്ങി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെ, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോയൊക്കെ കണ്ട്. ഇനി വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.